മോദി സർക്കാർ 12 വർഷം വിലയിരുത്തണമെങ്കിൽ ആ കാലഘട്ടം അനുസരിച്ച് വേണം നമുക്ക് വിലയിരുത്താം. 2014 മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഒരു സ്റ്റെബിലൈസ്ഡ് ആയ സംവിധാനം ഉണ്ടായിരുന്നു. ചെറിയ അബറേഷൻസ്, ചെറിയ വ്യത്യാസങ്ങൾ, ചലനങ്ങൾ, തെറ്റായ രീതിയിലുള്ള ചലനങ്ങളൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1950 നിലവിൽ വന്ന ഭരണഘടന 64 വർഷം കൊണ്ട് അതിൻ്റെ വലിയ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊരു സ്ഥിരം സംവിധാനമായി നമ്മൾ നിന്നിട്ടുണ്ട്. ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, ജനാധിപത്യത്തിലെ സംവിധാനങ്ങൾ, ഇതൊക്കെ സുസ്ഥിരമായ ഒരു സംവിധാനമായി. കാരണം ഗവൺമെന്റ് മാറുമ്പോഴും സിസ്റ്റം അവിടെ നിൽക്കുന്നു എന്നൊരു തോന്നൽ, അത് ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയാണ്. പ്രധാനമന്ത്രി മാറിയാലും പ്രസിഡന്റ് മാറിയാലും സിസ്റ്റം അവിടെ ഉണ്ടാവുക, ആ സ്ഥാപനങ്ങൾ അവിടെ അതിന്റെ മൂല്യം സംരക്ഷിച്ച് നിർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ പോലെയുള്ള ചില പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് 1975, 50 വർഷം മുമ്പ്. അങ്ങനെ ചെറിയ വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ 60 വർഷം അത് തുടർന്നു പോന്നിട്ടുണ്ട്. ആ 64 വർഷം കഴിഞ്ഞിട്ട് മോഡി വന്നതിന് ശേഷം ഉണ്ടായ കാലം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാന ദോഷം സംഭവിച്ചിട്ടുള്ളത് ഭരണഘടനയ്ക്കും അതിൻ്റെ മൂല്യങ്ങൾക്കും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമാണ് എന്ന് ഞാൻ പറയും. അതാണ് മോഡി ഭരണത്തിന്റെ. പിന്നെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാവും ഇന്ത്യ, സാമ്പത്തിക ശക്തിയാവും, മൂന്നാമത്തെയാവും, നാലാമത്തെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം 2014 നിന്ന് ഇപ്പോഴേക്ക് എത്തുമ്പോൾ എന്താണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം എന്ന് നോക്കിയാൽ സാമ്പത്തിക ശക്തിയുടെ കാര്യം മനസ്സിലാവും. അതിന്റെ വിശദാംശങ്ങൾ രണ്ടാമത് പറയാം. മൂന്നാമത്തെ രാഷ്ട്രീയ രംഗമാണ്. രാഷ്ട്രീയ രംഗം ഇത്ര മലീമസമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വർഗീയത, ഹെയ്റ്റ്, വിരോധം, അതുപോലെ ഒന്നും. അപ്പോ എല്ലാ അർത്ഥത്തിലും ഇവിടെ റോക്കറ്റ് വിട്ടുന്നോ അല്ലെങ്കിൽ വേറെ കുറെ ആളുണ്ടായിരുന്നു, വേഗത്തിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ വന്നു. ബുള്ളറ്റ് ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ 10 ആയി. ഇതുവരെ അതൊന്നും ഓടി തുടങ്ങിയിട്ടൊന്നുമില്ല, ട്രയൽ റൺ മാത്രമാണ്. അതൊന്നുമല്ല. അപ്പോ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ കെട്ടിടം പണിതു, ഇവിടെ പണിതു എന്ന് പറയാം. ഇനി നമുക്ക് ഭരണഘടന എന്നുള്ള അടിസ്ഥാന തത്വത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടന നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യമാണ്, മതേതരത്വമാണ്, ഫെഡറലാണ്. ഇതിന്റെ ഈ 3 മൂല്യങ്ങളും തകർത്തിരിക്കും. ജനാധിപത്യം എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ജവഹർലാൽ നെഹ്റുവിനൊക്കെ നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കുറച്ചു കാലം അടിയന്തരാവസ്ഥ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലത്തും മാധ്യമങ്ങൾക്ക് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് ചില വിലക്കുകളൊക്കെ ചിലപ്പോഴൊക്കെ ഭരണകൂടങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ മോഡി വന്നതിന് ശേഷം അഭിപ്രായ സ്വാതന്ത്ര്യം അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ്. മാധ്യമ സ്വാതന്ത്ര്യം അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മാഗസിൻ, അതൊരു ഇതിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള മാഗസിനാണ്, സാമൂഹ്യ മാധ്യമമാണ്. അതിശക്തമായി അവർക്കെതിരെ പ്രതികരിച്ചിരുന്ന ഒരു മാധ്യമം. അതുപോലെ വയർ, ഈ മാധ്യമങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞു. അതിൽ ന്യൂസ് ക്ലിക്കിന് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു, അവർക്കെതിരെ എടുത്ത കേസൊക്കെ റദ്ദാക്കാൻ പറഞ്ഞിട്ട്. അതൊരു വശം. ഒരു ദിവസം പോലും ഒരു പത്രക്കാരനെ പോലും കാണാൻ 12 വർഷമായി പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല. ആകെയുള്ളത് മൻ കി ബാത്ത് എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രക്ഷേപണം നടത്തില്ല. ഭരണഘടനയുടെ മതേതരത്വ മൂല്യം, മതേതരത്വം ഇവർക്ക് പണ്ടേ താല്പര്യമില്ല. ഹിന്ദു രാഷ്ട്രവാദത്തിന്റെ അടിസ്ഥാനത്തിൽ RSS കൊണ്ടുവരുന്ന രാഷ്ട്രീയം ആ രൂപത്തിൽ തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുകയും മതേതരം ഇല്ലാതാക്കുന്നു. ഇപ്പൊ കാശ്മീർ വിഭജിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, SIR, അതുപോലെ അതിനു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം, ഇങ്ങനെ നിരവധി കലാപരിപാടികൾ ഈ പറഞ്ഞ രൂപത്തിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തകർക്കുന്ന, മതേതരത്വത്തിന്റെ അടിത്തറയെ തകർക്കുന്ന സംഗതി. ആളുകൾക്ക് പുറത്തുനിന്ന് വരാം, പക്ഷെ മുസ്ലിം ആണെങ്കിൽ വരാൻ പാടില്ല, ബാക്കി മതക്കാർക്ക് വരാം. എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മുസ്ലിമായി പോയ ആൾക്ക് വല്ല കുറ്റമുണ്ടോ? അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മതവും വർഗീയതയും ഉപയോഗിച്ച്, അത് പള്ളി പണിയാലും അമ്പലം പണിയാണെങ്കിലും ബീഫിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, ആദിവാസികൾ, ഇവരൊക്കെ ഒരു ആദിവാസിയെ പ്രസിഡന്റ് ആക്കി വയ്ക്കും, പിന്നെ ബാക്കി ആദിവാസികളുടെ ഭൂമി മുഴുവൻ അദാനിക്ക് കൊടുക്കും. ഇന്ത്യയിൽ ആകെ പുരോഗതി ഉണ്ടായത് അദാനിക്കാണ്. അദാനി വലിയ തോതിലുള്ള വളർച്ച ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എവിടെ ഇല്ലാതിരുന്ന ഒരു അദാനിയാണ് വളരെ പെട്ടെന്ന്
2014 അദാനിയുടെ മൂലധനം എത്രയാണ്, 2026 എത്തുമ്പോൾ 12 വർഷം കഴിയുമ്പോൾ അത് എത്രയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ മതി. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും അദാനിയുടെ പിടിമുറുകിയിരിക്കുന്നത്, പോർട്ടായാലും എയർപോർട്ടായാലും ഇനി ഏത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാത്തിലും അദാനിയുടെ മാധ്യമങ്ങൾ, ഗോദി മീഡിയ പോലുള്ള മാധ്യമങ്ങൾ വ്യാപകമായി പിടിച്ചിരിക്കുന്നു. കോടതി, അതാണല്ലോ നമ്മൾ ഏറ്റവും പരമപവിത്രം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇല്ലാതാവുമ്പോൾ, ലെജിസ്ലേച്ചർ ഇല്ലാതാക്കി കളഞ്ഞു. കാരണം കാശ് കൊടുത്ത്, ഇപ്പോ വോട്ട് ചോരി ഉണ്ടായിരുന്നു, ഇപ്പോ ഇന്നലെ പറഞ്ഞ പോലെ സീറ്റ് ചോരി വരെ തുടങ്ങി. കാശ് കൊടുത്ത ആളുകളെ മാറ്റി 2 സീറ്റുള്ള സ്ഥലത്ത് ഭരണം പിടിക്കുന്ന അപൂർവ മാജിക് നടത്താൻ അതിനൊക്കെ ന്യായീകരണമാണ്. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? MLA പോന്നിട്ടല്ലേ, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിട്ടല്ലേ, അവർ പേടിച്ചിട്ടല്ലേ ED ഉപയോഗിച്ച് മാറ്റുക, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോടതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 4 സുപ്രീം കോടതി ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയത്. ഒരു ജഡ്ജി, ഇവിടെ നിർണായകമായ കേസ് വാദിക്കുന്ന ഒരു ജഡ്ജി ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു, ലോധ. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വലിയ ചോദ്യങ്ങൾ വന്നത്. കോടതിയിലെ നിയമനങ്ങൾ, കോടതിയുമായി ബന്ധപ്പെട്ട സംഗതികൾ, അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. കോടതികളെ വരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഭരണഘടനാ സ്ഥാപനം RBI. യഥാർത്ഥത്തിൽ RBI എന്ന് പറഞ്ഞിട്ട് സ്ഥാപനത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താ ജോലി? അതിന്റെ ജോലി ഏറ്റവും പ്രധാനമായി നോട്ട് അടിക്കലും നോട്ട് പിൻവലിക്കലും. ഇവിടെ അങ്ങനെയല്ല. RBI ഒക്കെ പോയി പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഉച്ചയ്ക്ക് വന്ന്, അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് വന്നിട്ട് നോട്ട് പിൻവലിക്കുന്നു. എന്തൊക്കെ ബഹളായിരുന്നു നോട്ട് പിൻവലിച്ചപ്പോ. ഏതെങ്കിലും ഒരു അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? 3 ലക്ഷം 4 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഞങ്ങൾ പിടിക്കും. ഒരു പണവും പിടിച്ചില്ല. അടിച്ചേക്കാൾ കൂടുതൽ നോട്ട് തിരിച്ചു വന്നു. ആരെങ്കിലും കണക്ക് ചോദിച്ചോ? എവിടെയാ കള്ളപ്പണം? കള്ളനോട്ട് തിരിച്ചു വന്നു, അതാ സംഭവിച്ചത്, വേറൊന്നുമല്ല. കള്ളപ്പണം ഉണ്ടായിരുന്നു, അതൊക്കെ ആളുകൾ സുഖമായിട്ട് മാറ്റി. നോട്ട് നിരോധനം, GST വന്നാൽ എന്തോ വലിയ ഗുണമുണ്ടാവും എന്ന് പറഞ്ഞു. GST വന്നിട്ട് എന്താ രാജ്യത്തുണ്ടായി എന്നുള്ളത്, എത്ര വ്യവസായങ്ങൾ അടച്ചുപൂട്ടി പോയി എന്നുള്ളത്, കർഷകരുടെ അവസ്ഥ എത്ര മോശമാണ്. പാർലമെന്റിൽ ചൂടപ്പം പോലെ ചർച്ച പോലും ഇല്ലാതെ ബില്ല് പാസ്സാക്കി. അങ്ങനെയല്ലേ കർഷകർക്ക് സമരം ചെയ്യേണ്ടി വന്നത്? കർഷകർ സമരം ചെയ്താൽ 3 ബില്ലും പിൻവലിപ്പിച്ചില്ലേ? ഇവിടുത്തെ ഒരു ഇതുകൊണ്ട് മറ്റ് നിരവധി ബില്ലുകൾ, ഇപ്പോൾ ആദിവാസിക്കെതിരായിട്ടുള്ള ബില്ല്, പരിസ്ഥിതി വിനാശത്തിന്റെ, ഏത് കാടും ഏത് കടലും ഏത് അദാനിക്കും കൊടുക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ബില്ലുകൾ, അതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി നിയമമൊക്കെ ദുർബലായി ഒന്നുമില്ലാണ്ടായി. അത് ഇല്ല. വനം എന്ത് വേണി ചെയ്യാം, വനത്തിലെ വിഭവം ശേഖരിക്കാം, കടലിലെ മണലെടുക്കാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കോർപ്പറേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അതിലൊക്കെ കൂടുതലാണ് നേരത്തെ പറഞ്ഞതുപോലെ അതിനെ എതിർക്കുന്ന ആളുകളെ അർബൻ നക്സൽ, വേറെ നക്സൽ, ഈ നക്സൽ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ തീവ്രവാദി. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നോക്കൂ, നിങ്ങൾ സർക്കാരിനെ എതിർക്കുന്നതിന് ആദ്യം നിങ്ങൾ പറയണം ഞാൻ ദേശസ്നേഹിയാണേ ഇന്ന് സർട്ടിഫിക്കറ്റ് അടുത്ത BJP ഓഫീസിൽ പോയി മേടിച്ചിട്ട് വേണം നിങ്ങൾ രാജ്യത്തെ എതിർക്കാൻ. പ്രധാനമന്ത്രിയെ എതിർത്താൽ അത് രാജ്യത്തെ എതിർക്കലാണ് എന്ന് പറയുന്ന ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഏകാധിപത്യത്തിന്റെ രൂപങ്ങൾ മറുവശത്ത്. ഇതിനൊക്കെ സമാന്തരമായി ദരിദ്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത. പെട്രോളിന്റെ വില 50 രൂപയാക്കണം എന്ന് പറഞ്ഞ് ഗ്യാസും പെട്രോളൊക്കെ കാളവണ്ടിയൊക്കെ ചവിട്ടിയ ആളുകൾ കൂടി ഉണ്ടല്ലോ. പെട്രോളിന്റെ വില എത്രയാ? 2014 മോഡി അധികാരമേൽക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില എന്താണ്? ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില എന്താണ്? അന്നത്തെ പെട്രോളിന്റെ വില എന്താണ്? ഡീസലിന്റെ വില എന്താണ്? ഇന്നത്തെ ഡീസലിന്റെ പെട്രോളിന്റെ വില എന്താണ്? ഗ്യാസിന്റെ വില എന്താണെന്നുള്ള ഒരു ചാർട്ട് ഇട്ടാൽ മതി. ജനങ്ങൾ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നു എന്ന് കാണാം. ഇത്തരം ജനവിരുദ്ധമായ, അതുപോലെ വികസനം എന്ന പേരിൽ എന്തും ചെയ്യാവുന്ന, പരിസ്ഥിതി വിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡൊക്കെ ഉണ്ടാക്കി അങ്ങ് തട്ടുകയാണ്. തൊഴിലാളിക്ക് ഒരു അവകാശമില്ല. തൊഴിലാളി പോയി പണി നോക്കും. തൊഴിലാളിക്ക് പണി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ തോതിലുള്ള വിമർശനം. ഇപ്പോൾ നീറ്റ് ആയി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. എത്ര കൊല്ലായി നീറ്റിൽ ഈ കുഴപ്പം നടക്കണം? ആരെങ്കിലും ഉണ്ട്? ആ മന്ത്രി ഇപ്പോഴും അവിടെ ഇരിക്കുക. കോക്രോച്ച് പോലെയുള്ള ഒരു പാർട്ടി വരുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ ഫെഡറലിസം, ഇത്ര ഫെഡറലിസം തകർത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. നിയമങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ സർക്കാരുകളെ ഇഷ്ടം പോലെ പിരിച്ചുവിടുക. ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ വരെ കേസിൽപ്പെടുത്തുക. അവസാനം കേസില്ല എന്ന് പറയും, പക്ഷെ ഭരണം പിടിച്ചു കഴിഞ്ഞു. എന്തിനാ കേസ്? വാഷിംഗ് മെഷീൻ ഏർപ്പെടുത്തുക. അഴിമതി എല്ലാ അഴിമതിയും ചെയ്യുന്ന ആളുകളെ ഇപ്പുറത്ത് പിടിച്ച് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി നല്ല ആളാക്കും. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സുവേന്ദു അധികാരിയുടെ കഥ നമുക്കറിയാലോ, എന്തൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ മണിപ്പൂരിലെ വിഷയങ്ങൾ നിരവധി, ഞാൻ എല്ലാ ഉദാഹരണവും പറയുന്നില്ല.
12 വർഷം ഇന്ത്യക്ക് നെഗറ്റീവായിരുന്നു, അദാനിക്ക് പോസിറ്റീവായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പിന്നെ സ്വാഭാവികമായും ഒരു രാജ്യത്ത് ഉണ്ടാവുമ്പോൾ കുറെ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ കുഴപ്പത്തിലാണ്, രൂപ വലിയ കുഴപ്പത്തിലാണ്, ഇന്ത്യയുടെ സാമാന്യ ജീവിതം കുഴപ്പത്തിലാണ്, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരിക്കുന്നു. അതുകൊണ്ട് 12 വർഷം നെഗറ്റീവ് വർഷമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്.